ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഭയങ്കര തിരക്കുള്ള ദിവസമാണ് കേട്ടോ. കാരണം നമ്മൾ വേറെ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടില്ല, നേരെ ചായ പരിപാടിയിലാട്ടോ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഇന്ന് നമുക്ക് ഉസ്താദിന് ചായ കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ. അപ്പം പിന്നെ വേഗം തന്നെ അതങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. കാരണം അവർക്ക് കറക്റ്റ് ടൈമിൽ കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനായിരിക്കുമല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കറിയും അതേപോലെ തന്നെ പുട്ടും ചുടുന്നുണ്ട്. കുറച്ച് മടക്കി ചപ്പാത്തിയും കൂടി റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇന്നിപ്പോൾ ചിക്കൻ കറി ഒന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വെജിറ്റബിൾ കറി റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മളെ ഗ്രീൻ പീസ് കറി അവിടെ വറവിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ ഓരോരോ പരിപാടിയും വേഗം തീർത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പുട്ടും കൂടിയും റെഡി ആയാലും ഇനിയിപ്പോൾ നമുക്ക് മടക്കി ചപ്പാത്തിയും കൂടിയും ചുട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ നമ്മൾ കുറച്ച് മുന്നേ കുഴച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ വേഗം തന്നെ മടക്കി ചപ്പാത്തിയും കൂടി റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള നമ്മൾ എണ്ണ ഒന്നും കൂട്ടാതെ ചപ്പാത്തി ചുടണ്ടെന്ന് കരുതി കേട്ടോ. ഇന്നിപ്പോൾ മടക്കി ചപ്പാത്തി ആക്കാമെന്ന് കരുതി. ഇതാകുമ്പോൾ കുറച്ച് ഒന്നും കൂടി ടേസ്റ്റ് ആവുമല്ലോ. എണ്ണ ഒക്കെ ചുട്ട് നമ്മളൊരു പൊറോട്ട ഒക്കെ കഴിക്കുന്ന ഈ ഒരു ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ ഗ്രീൻ പീസ് കറീൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം പുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ചപ്പാത്തിയും കഴിക്കാമല്ലോ. അങ്ങനെയാട്ടോ. എങ്ങനെയായാലും നമ്മൾ 2 തരം പലഹാരം ഉണ്ടാക്കും, അതിൻ്റെ കൂടെ ഒരു കറി എന്ന രീതിയിലാട്ടോ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ നമ്മളെ ചായ ഒക്കെ റെഡിയാകുമ്പോഴേക്കും നമ്മൾ പാത്രവും കൊണ്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മദ്രസ വിട്ട് വരുന്ന ടൈമിൽ പാത്രവും കൊണ്ടാണ് അതിനെ വന്നത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ വേഗം തന്നെ എല്ലാം പാത്രത്തിലാക്കിയിട്ട് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തയക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ നമുക്ക് 2 ഉസ്താദാട്ടോ ഉള്ളൂ രാവിലെ ചായക്ക്. ചില ദിവസങ്ങളിൽ 4 ആളുണ്ടാവും, ചില ദിവസങ്ങളിൽ 3 ആൾ, അങ്ങനെ കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് നമ്മളെ ദിവസമായതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് 2 ആളെ കേട്ടോ രാവിലെ ചായക്കുള്ളൂ. അങ്ങനെ നമ്മൾ വേഗം തന്നെ എല്ലാം പാത്രത്തിലൊക്കെ റെഡിയാക്കി, അതിൻ്റെ കൂടെ ചായയും കൂടി റെഡിയാക്കിനെ. അങ്ങനെ അതൊക്കെ കൊണ്ട് വേഗം തന്നെ മോനങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാട്ടോ നമ്മളിനിയിപ്പോൾ അടുപ്പിൽ തീയൊക്കെ കൂട്ടിയത്. ഇല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതായിരുന്നു. അങ്ങനെ അടുപ്പിൽ വേഗം ചോറിന് വെള്ളമൊക്കെ ഇടുമ്പോഴാട്ടോ നമ്മൾ ഇരുന്നും കൊണ്ട് വന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു കെട്ട് രീതിയിലാട്ടോ ഇവിടെ ഇരുന്ന് കിട്ടുക. ഇതിന് 90 രൂപയാട്ടോ ഈ ഒരു കെട്ടിന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വാങ്ങി വെക്കാറുണ്ട്, ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറിന് കറിയായിട്ട് എരിശ്ശേരി വെക്കാമെന്ന് കരുതി കേട്ടോ. നമ്മൾ പേളിമാണിയുടെ ഒരു മത്തൻ ചെറുപയർ എരിശ്ശേരിയില്ലേ, ആ ഒരു രീതിയിൽ വെച്ച് നോക്കാമെന്ന് കരുതി. ഇവിടെ എല്ലാവർക്കും ഈ എരിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചെറുപയർ, സാധാരണ നമ്മൾ പരിപ്പ് വെച്ചാണ് ചെയ്യാറുള്ളത്, ഇന്നിപ്പോൾ നമ്മൾ ചെറുപയർ വെച്ചൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ അരപ്പും അതിലേക്ക് ജീരകവും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് വേഗം തന്നെ അതിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മൾ ചെറിയുള്ളവും വറവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള മത്തൻ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വാട്ടി വെക്കുന്നില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ വാട്ടിയിട്ട് വെക്കും മീൻ കറി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മത്തിയുണ്ട് കുറച്ച്, അപ്പോൾ അത് പറ്റിച്ചെടുക്കുന്ന നല്ല രീതിയിൽ വെള്ളം ഇല്ലാത്ത രീതിയിൽ എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിലാണ്, വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് പുളി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ നമ്മൾ വേഗം തന്നെ മത്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പയറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്ന് മെഴുക്ക് പുരട്ടിയും കൂടി റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ വെള്ളം തിളച്ചേരം വേഗം തന്നെ നമ്മൾ ഫ്ലാസ്കിലേക്ക് വെള്ളം എടുത്തതിന് ശേഷം അങ്ങനെ വേഗം അതിൽ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.